2025 ഭൗമദിനത്തിനോടനുബന്ധിച്ച് സമുദ്രവന്ദനം കടൽത്തീര ശുചീകരണം പദ്ധതിയുടെ ഭാഗമായി YMCAയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വിജയ പാർക്ക് ശുചീകരണം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 2025 ഭൗമദിനത്തോടനുബന്ധിച്ച് സമുദ്രവന്ദനം കടൽത്തീരം ശുചീകരണം പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള YMCAയുടെയും YMCA ആലപ്പുഴ സബ് റീജൻ ആലപ്പുഴ YMCA എന്നിവയുടെയും ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വിജയ പാർക്കിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ സംബന്ധിച്ച് പറയാൻ ലോകത്തിൽ എവിടെ പോയാലും അത്രയും ഭംഗിയായിട്ട് മനോഹരമായ സ്ഥലമില്ല. അത് നമ്മൾ മനസ്സിലാക്കും. സായിപ്പുമാരോട് വന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ഈ മനോഹരത്തെ അവർ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പൈതൃകം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു കിട്ടിയതൊക്കെ നമുക്ക് ലഭ്യമായതൊക്കെ വെറുതെ കിട്ടിയതെല്ലാം ഇതെല്ലാം ഒരു ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പ്രകൃതിപരമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നന്മകളെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും നന്മകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാൻ ശ്രമിക്കണം. ഇതൊക്കെ നശിപ്പിച്ച് കളയാം. ഒക്കെ എല്ലാവരും യൂസ് ആൻഡ് ത്രോ സംസ്കാരം വന്ന ശേഷം എല്ലാം നശിക്കുക. എല്ലാം കഴിക്കുന്നു, എടുത്ത് കളയുന്നു, കളയുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടം, അതിനൊക്കെ കാലഘട്ടമുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രകൃതിക്ക് പോലും ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ. നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി നമ്മൾ പറയുന്നു. ഏറ്റവും വലിയ ഇതാണ് കഴിഞ്ഞ മാസം കൊച്ചി വ്യതിയാനത്തിലൊക്കെ സീ ലെവൽ റൈസ് 1.95. പ്രത്യക്ഷമായിട്ട് നമുക്കതിന് ഏറ്റവും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രകടമായ ഒരു വ്യത്യാസം കാണിക്കുന്നത് നമ്മുടെ ഒരു 3 പഞ്ചായത്തുകളുടെ വെള്ളത്തിൽ മുങ്ങി പോകുന്ന അവസ്ഥയുണ്ടായി. ഇതിനനുസരിച്ച് ടൈഡൽ ഫ്ലഡിങ് സിറ്റുവേഷൻസ് ഇതൊക്കെ വളരെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരമുണ്ട്. നൈറ്റ്സ് ഉണ്ടാവും, ഫ്ലഡിങ് ഉണ്ടാവും. പക്ഷേ ടൈഡൽ ഫ്ലഡ് കാരണം 2-3 പഞ്ചായത്തുകൾ മുങ്ങപ്പെടും. നമുക്കറിയാം ഈ അരൂക്കുത്തി ഉൾപ്പെടെ ചെങ്ങണ്ട ഉൾപ്പെടെ വിവിധ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും വെള്ളത്തിനിടയിലാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുക? തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയെ അതിനിണങ്ങിയ രീതിയിൽ നമ്മൾ അതിനോടനുബന്ധിച്ച് ജീവിക്കുകയും അതിനെ നശിപ്പിക്കാത്തൊരു സംസ്കാരത്തിലൂടെ നമ്മൾ നമ്മുടെ ചില കാലം കഴിഞ്ഞ ഒരു 50-55 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ദൗത്യമില്ലായിരുന്നു. ശേഷം നമ്മൾ 90 ശേഷം നമ്മളൊക്കെ ദൗത്യം കഴിച്ചപ്പോൾ തന്നെ അതൊന്നും ഈ ഇതിൻ്റെ ഉപഭോഗം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പിക്ക് ചെയ്യുന്ന നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മസേനയുണ്ട്. എല്ലാ വീടുകളിലും നമ്മുടെ നോൺ ബയോ വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ബയോ വേസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ സംവിധാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടും നവകേരള മിഷൻ്റെ ഭാഗമായിട്ടൊക്കെ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ബോർഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. YMCA കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് അധ്യക്ഷനായി. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഡേവിഡ് സാമുവൽ, കുര്യൻ തുമ്പുകൽ, KT ചെറിയാൻ, ജോർജ് മാത്യു, സാംസൺ മാത്യു, എബ്രഹാം P ജോർജ്, അജി R നൈനാൻ, ലാബി G വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം.